ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പലപ്പോഴും പല വ്യക്തികൾ പറയാണ്ട് എനിക്ക് ഉറക്കമില്ല, ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പല നിരാശയും, ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ഒട്ടനവധി പേരുണ്ട്. അല്ലെങ്കിൽ രോഗത്തിന് മരുന്നെടുക്കുന്ന കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ. നമുക്ക് നിദ്രമായി സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു വചനത്തെക്കുറിച്ചാണ് നമ്മളത് പഠിക്കാനായിട്ട് പോവുക. അത് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനമാണ്. വളരെ മനോഹരമായ വചനം. ഉറക്കത്തിൽ നമുക്ക് സംരക്ഷണം തരുന്ന വചനപ്രകാരമാണ്: ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. ഞാൻ ശാന്തമായി, വളരെ പീസ്ഫുള്ളായിട്ട് ഞാൻ കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നീ കിടന്നുറങ്ങുന്നത് എവിടെയാ? കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശാന്തമായിരിക്കണം, പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും എന്ന വചനം പറയുക. രാവിലെ ഞാൻ ഉണർന്ന് നിൽക്കുന്നു, നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകും. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന, എനിക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം നൽകുന്നതിന് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ കിടന്നുറങ്ങുന്നുള്ള വളരെ മനോഹരമായ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഉറക്കമില്ലാത്തവർ, ഉറക്കം മൂലം വേദനിക്കുന്നവർ, അസ്വസ്ഥതകൾ മൂലം വേദനിക്കുന്നവർ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് 3-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാം വിധം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഇതങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3-ാം സങ്കീർത്തനം 5-ാം തിരുവചനത്തിൻ്റെ ശക്തിയാണ്. കർത്താവായ ഈ സഹോദരങ്ങൾക്ക് നല്ല നിദ്ര നൽകി അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.